ഞങ്ങൾ AMUPS പാപ്പിനട്ടം പുതിയകാവ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ് വാഷ് മോണിറ്ററിംഗ് സിസ്റ്റം. ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ മലിനീകരണം മുൻകൂട്ടി കണ്ടെത്തൽ, ചോർച്ച കണ്ടെത്തൽ, ഓട്ടോമേറ്റഡ് പരിപാലനം, മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ റൂട്ടുകളും സമയക്രമവും AI ഉപയോഗിച്ച് ക്രമീകരിച്ച് ഇന്ധനച്ചെലവും സമയവും കുറയ്ക്കുക, തൽക്ഷണ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകുക, ലളിതമായ കൃത്യമായ പ്രവർത്തന നിർദ്ദേശങ്ങൾ പ്രാദേശിക ടെക്നീഷ്യന്മാർക്ക് കൈമാറുക, ചിലവ് കുറയ്ക്കുക എന്നിവയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അനുബന്ധ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് ജലവിതരണം, ശുചീകരണം, ശുചിത്വം, വാട്ടർ, സാനിറ്റേഷൻ, ഹൈജീൻ വാഷ് എന്നീ മേഖലകളിലെ പരമ്പരാഗത പ്രശ്നങ്ങൾക്ക് എങ്ങനെ നൂതനവും പ്രവചനാത്മകവുമായ പരിഹാരങ്ങൾ നൽകാം എന്ന് വിശദീകരിക്കുന്നു. AI സഹായത്തോടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ മുൻകൂട്ടി കണ്ടെത്താനും കൃത്യമായ നടപടികൾ സ്വീകരിക്കാനും സാധിക്കുന്നു. ഇതിലൂടെ വിഭവങ്ങളുടെ പാഴാക്കൽ ഒഴിവാക്കാനും പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താനും കഴിയും. ഓട്ടോമേറ്റഡ് ശുചിത്വ പരിപാലനം AI ഉപയോഗിച്ച് പൊതു ശുചിത്വ സൗകര്യങ്ങളുടെ വൃത്തി വിലയിരുത്തുകയും മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ റൂട്ടുകൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്നു. വിദൂര നിരീക്ഷണ സംവിധാനം ഉപഗ്രഹ ചിത്രങ്ങൾ പോലുള്ള വിദൂര സെൻസിംഗ് ഡാറ്റ ഉപയോഗിച്ച് ജലസ്രോതസ്സുകളുടെ ആരോഗ്യവും ഭൂഗർഭജലത്തിന്റെ അളവും ട്രാക്ക് ചെയ്യുന്നു. സെൻസിംഗ് ലെയർ ഫംഗ്ഷൻ ജലത്തിന്റെ ഗുണനിലവാരം, pH, ടർബിഡിറ്റി, ചോർച്ച തിരിച്ചറിയുവാനുള്ള അക്കോസ്റ്റിക് സെൻസറുകൾ, ടാങ്ക് ലെവൽ എന്നിവ തത്സമയം നിരീക്ഷിച്ച് ഡാറ്റ ശേഖരിക്കുന്നു. ആപ്ലിക്കേഷൻ ലെയർ മൊബൈൽ അല്ലെങ്കിൽ SMS അലേർട്ട് എഡ്ജ് കമ്പ്യൂട്ടിംഗിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ മൊബൈൽ സന്ദേശങ്ങളായി പ്രാദേശിക ടെക്നീഷ്യന്മാർക്ക് നൽകുന്നു. പ്രോസസിംഗ് ലെയർ എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഓൺ ഡിവൈസ് AI ലഭിച്ച ഡാറ്റ ഉടനടി പ്രാദേശികമായി വിശകലനം ചെയ്ത് സുരക്ഷിതം അല്ലെങ്കിൽ അപകടകരം എന്ന് വർഗീകരിക്കുന്നു. ക്ലൗഡ് AI പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് ദീർഘകാല ഡാറ്റ വിശകലനം ചെയ്ത് സെൻസറുകളുടെ തകരാറുകൾ, ചോർച്ച സാധ്യതയുള്ള പൈപ്പ് ഭാഗങ്ങൾ എന്നിവ മുൻകൂട്ടി പ്രവചിക്കുന്നു. ഇവിടെ പറഞ്ഞിട്ടുള്ള മാതൃക ഡീസെൻട്രലൈസ്ഡ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് മുതലായ സാങ്കേതിക വിദ്യകളും പൈലറ്റ് പ്രൊജക്ടുകളുടെയും ഗവേഷണങ്ങളുടെയും ഭാഗമായി പല സംസ്ഥാനങ്ങളിലും പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഇത് കൂടുതൽ കാര്യക്ഷമം ആക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്. പരമ്പരാഗത പ്രശ്നം വന്നതിന് ശേഷമുള്ള പ്രതികരണ രീതിയിൽ നിന്ന് മാറി AI ഉപയോഗിച്ചുള്ള മുൻകരുതൽ രീതിയിലേക്ക് മാറാനുള്ള ഒരു മാതൃകയാണ് ഈ സംവിധാനം.